ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്യുന്നു എന്നതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം അടക്കം ഉള്ളവയിൽ ആണ് വ്യക്തത തേടുന്നത്. ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ് രാഷ്ട്രീയമായി കൂടിയേറെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. കാരണം ഇടത് നേതാക്കൾ ചോദ്യം ചെയ്യപ്പെടുകയും അറസ്റ്റിലാവുകയും ഒക്കെ ചെയ്തതിനെ ആയുധമാക്കി മാറ്റിയിരുന്നു കോൺഗ്രസ്. ഇപ്പോഴിതാ UDF കൺവീനർ ചോദ്യമുനയിൽ നിൽക്കുമ്പോൾ അത് ഏത് നിലയിലാണ് വിലയിരുത്തപ്പെടേണ്ടത്? സാരംഗ്, ചോദ്യം ചെയ്യൽ എപ്പോഴാണ് ആരംഭിച്ചത്? എന്താണ് വിവരങ്ങൾ? ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുകയാണ്. എന്നാൽ ഇത് തെരഞ്ഞെടുപ്പ് നാടകമെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറയുന്നത്. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് നേരത്തെ പറഞ്ഞതാണ്. കേസുമായി ബന്ധപ്പെട്ട് UDF നേതാക്കൾ ആരും ഇപ്പോൾ ജയിലിലില്ല എന്നും അങ്ങനെ ആർക്കും ജയിലിൽ പോകേണ്ടി വരില്ല എന്നുമാണ് KC വേണുഗോപാൽ പ്രതികരിക്കുകയും ചെയ്തത്. ചോദ്യം ചെയ്തോട്ടെ. ഞങ്ങൾ അതുമൂലേ പറഞ്ഞിട്ടുണ്ടല്ലോ, SIT എന്ന് പറയുന്നത് കേരള പോലീസല്ലേ, ഹൈക്കോടതിയുടെ നിരീക്ഷണമെങ്കിലും. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള ആളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കട്ടെ. അതെന്താ, നിയമത്തിൻ്റെ വഴിക്ക് പോകണമെന്ന് ഞങ്ങൾ ആദ്യം മൂലേ പറയുന്നുണ്ടല്ലോ. ഇതിനകത്ത് ശബരിമലയിലെ സ്വർണം കട്ടതാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പം എല്ലാവർക്കും അറിയാം. അവരെ സംരക്ഷിക്കുന്നത് ആരാണെന്നും അറിയാം. ഇത് പുറത്ത് വന്നപ്പോൾ ഈ ജാള്യത മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഓരോ കളി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടിരുന്നാൽ അവസാനം അവർ ഏറ്റവും വലിയ കെണിയിലാണ് പോയി വീഴാൻ പോകുന്നതും വരും ദിവസങ്ങളിൽ വ്യക്തമാകും. യെസ്, KC വേണുഗോപാൽ ഇത്തരത്തിൽ പ്രതികരിക്കുമ്പോഴും വലിയ തോതിൽ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. അതിൽ CPIM നേതാക്കൾ ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴെല്ലാം അതിനെ രാഷ്ട്രീയമായുധമാക്കുകയും ചെയ്തിരുന്നു കോൺഗ്രസ്. ഇപ്പോഴിതാ അടൂർ പ്രകാശ് ചോദ്യമുനയിൽ നിൽക്കുമ്പോൾ എന്താണ് സാഹചര്യം സാരംഗ്? അഭിലാഷ്, ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാൻ വേണ്ടി അടൂർ പ്രകാശിന് നോട്ടീസ് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇവിടെ പോലീസ് ആസ്ഥാനത്തുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടക്കം തൊട്ട് തന്നെ ഈ ഒരു കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രമുഖ നേതാക്കൾ, സോണിയാഗാന്ധിയും അടക്കമുള്ള പ്രമുഖ നേതാക്കളുമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രങ്ങൾ പുറത്തു വന്നതോടൊപ്പം തന്നെ കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലായിരുന്നു. ഈ സമയത്തടക്കം ഭരണപക്ഷമടക്കം ഉയർത്തിയ ചോദ്യം, ഈ ഭരണപക്ഷത്തുള്ള പല നേതാക്കന്മാരും അറസ്റ്റിലാവുകയും ഒപ്പം പലരുമായുള്ള ചിത്രങ്ങളടക്കം പുറത്തേക്ക് വരികയും ചെയ്തു. പക്ഷെ ആ സമയത്തടക്കം സോണിയാഗാന്ധിയുമായുള്ള ബന്ധം എന്താണ്, അതായത് ഇപ്പോൾ കഴിഞ്ഞ നിയമസഭ ചേർന്ന സമയത്തടക്കം പ്രതിപക്ഷം ഈ ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് ഭരണപക്ഷം ചോദിക്കുന്ന ചോദ്യം സോണിയാഗാന്ധിയുമായിട്ടുള്ള ചിത്രങ്ങൾ പുറത്തു വന്ന സമയത്ത് അതിലെന്ത് വിശദീകരണമാണ് കോൺഗ്രസ് നേതൃത്വം നൽകാനുള്ളത്, KPCCക്ക് എന്ത് വിശദീകരണമാണ് നൽകാനുള്ളത്? അത്തരം ചർച്ചകളിലേക്ക് കടക്കുന്നതിൽ ഭയമുള്ളതുകൊണ്ടാണ് അവർ സഭ ബഹിഷ്കരിക്കുന്നതടക്കമായിരുന്നു ഭരണപക്ഷത്തിന്റെ വലിയ ആരോപണം ഉണ്ടായിരുന്നത്. ആ ആരോപണം ശരിവെക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ SIT, അതായത് സമയം എടുത്തുകൊണ്ടാണ് SIT കൃത്യമായി ഈ ഒരു അന്വേഷണത്തിലേക്ക് പോയത് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആരോപണം വരുന്നു, ചിത്രങ്ങൾ പുറത്തേക്ക് വരുന്നു, അതിൽ കൃത്യമായ ഒരു അന്വേഷണം വരുന്നു, അതിനുശേഷം മാത്രം അടൂർ പ്രകാശിലേക്ക് എത്തുന്നു. കാരണം ഇവരുമായി ബന്ധിപ്പിക്കുന്ന കൃത്യമായ തെളിവുകൾ എന്തൊക്കെയാണ് എന്ന് ശേഖരിച്ചതിന് ശേഷമാണ്. കാരണം സോണിയാഗാന്ധി എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ ആർക്കും അങ്ങനെ കയറി ചെന്ന് നമുക്ക് നേരിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ അത്ര അടുത്ത് എത്താനുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും അത്ര സെറ്റ് കാറ്റഗറിയിൽ അടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്കുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നേതാവിന്റെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ കഴിയുന്നു. ഈ ഒരു മറ്റ് പല ചിത്രങ്ങൾ, അതായത് പ്രമുഖ നേതാക്കളുമായിട്ടുള്ള ചിത്രങ്ങൾ പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഈ ഒരു കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധമെന്ത്? ഇത് അതായത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ശബരിമലയിൽ നിന്നുള്ള സ്വർണം അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് സംഘങ്ങളിലേക്കും എത്തിച്ചതിൽ അതിൽ കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർക്ക് പങ്കുണ്ടോ? അതിൽ ഇത്തരത്തിലുള്ള പുറമേക്ക് വരാത്ത പല ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടോ എന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക, അന്വേഷണത്തിന് ഇത്തരത്തിലുള്ള ഒരു മാനമുണ്ടോ, അതായത് ഈ ഒരു കൊള്ളയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു മാനമുണ്ടോ എന്ന കാര്യത്തിൽ SITക്ക് ഒരു വ്യക്തത വരണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശിനെ അടക്കം ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് അടൂർ പ്രകാശിനെ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തുകയും നോട്ടീസ് നൽകുകയും തുടർന്ന് അദ്ദേഹം ഇവിടേക്ക് എത്തുകയായിരുന്നു. ഇപ്പോഴും ചോദ്യം ചെയ്യൽ നടപടികൾ
പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് വലിയ അന്വേഷണം വന്നോട്ടെ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള അതല്ലെങ്കിൽ നിരീക്ഷണത്തിലുള്ള അന്വേഷണമാണ്. അതിൽ പൂർണ്ണമായി സഹകരിക്കുമെന്ന് തന്നെയായിരുന്നു ഇതിനു മുൻപും അടൂർ പ്രകാശും മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരടക്കം പ്രതികരിച്ചത്. പക്ഷേ ഇത് അതായത് ഈ ഒരു ചിത്രങ്ങളിലൊരു വിശദീകരണം എന്തായിരിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നം നിലനിൽക്കുന്നുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്രയും വലിയൊരു ദേശീയ നേതാവിന്റെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ട് അതിന് കോൺഗ്രസ് നേതൃത്വം കൃത്യമായി വിശദീകരണം നൽകിയിട്ടില്ല. ആ ഒരു സോണിയാഗാന്ധിയുടെ അടക്കം ഒപ്പമുള്ള ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ അതിനെ വിശദീകരിക്കാതെ അവരെ സൂചിപ്പിക്കുന്ന പോലെ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആരാണ് ശബരിമലയിൽ കയറ്റിയത് എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇതിപ്പോൾ നമുക്കറിയാം നിരവധിയായ ആളുകൾ അറസ്റ്റിലാവുകയും ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്തത് തീർച്ചയായും അത് CPM-ന്റെ നേതാക്കൾ തന്നെയായിരുന്നു. പത്മകുമാർ ആകട്ടെ, വാസു ആകട്ടെ, അവരൊക്കെ ആ കാറ്റഗറിയിൽ തന്നെ പെടുന്ന ആളുകളാണ്. പക്ഷേ ആരാണ് ഇവിടേക്ക് എത്തിച്ചത് അതാണിപ്പോൾ CPM രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നത്. അതിനിടയിലാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നത്. സാറേ, തീർച്ചയായും അഭിലാഷ്, ആ ഒരു ചോദ്യം കൂടി നിലനിൽക്കുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ ഒരു തൊട്ടു മുൻപുള്ള ഭരണ സമിതി ആയിക്കോട്ടെ, അതിലെ പ്രസിഡന്റ് ആയിക്കോട്ടെ, അവരെല്ലാം അറസ്റ്റിലാണ്. അതിന് മുൻപാണ് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അതായത് ഇയാൾക്ക് ഇവിടെ വർഷങ്ങളുടെ ഒരു പരിചയമുണ്ട്. അയാൾ ആദ്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് എത്തിച്ചതും ഇത്തരത്തിലുള്ള ഒരു കൊള്ളയ്ക്ക് കൂട്ടുനിന്നതും ആരാണ് എന്നൊരു ചോദ്യം നിലനിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതിനു മുൻപുള്ള അതായത് ഇതിനു മുൻപുള്ള ഈ ഒരു ശബരിമല ബന്ധപ്പെട്ട പ്രസിഡന്റുമാരും മറ്റ് ബോർഡ് അംഗങ്ങളിലേക്ക് അടക്കം അന്വേഷണം വ്യാപിപ്പിക്കേണ്ടി വരും. അങ്ങനെ ആ തരത്തിലേക്കുള്ള അന്വേഷണം ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം തുടങ്ങുന്നു, അല്ലെങ്കിൽ ആ ഒരു തരത്തിലേക്ക് അന്വേഷണത്തിലേക്ക് അതിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തുതന്നെയായാലും ഇതിപ്പോൾ കോൺഗ്രസും ഇപ്പോൾ ഈ ഒരു സമ്മർദ്ദത്തിലേക്ക് എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇത്രയും നാൾ ഇങ്ങനെ ഒരു ചടുലമായ നീക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. അന്വേഷണം മന്ദഗതിയിൽ പോകുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ശക്തമായ ഒരു സമ്മർദ്ദമുണ്ട് എന്നടക്കമായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ. അതെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോൾ ഈ ഒരു അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതായത് ഈ ശബരിമലയുമായി ചേർന്നിട്ടുള്ള മറ്റ് വിവരങ്ങൾ, അതായത് ഒരു അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരാത്ത എന്തൊക്കെ കാര്യങ്ങൾ അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ടുണ്ട്, മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൂടി ആരായാനാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടപടികൾ മുന്നോട്ട് പോകുന്നത്. അഭിലാഷ്.